മണിയൂർ കരുവഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് മണിയൂർ മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു മുതുവീട്ടിലിന്റെ വീടിനു നേരെ നടന്ന ബോംബാക്രമണം ആസൂത്രിതമാണെന്നും CPM തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു ശേഷം വടകര മണ്ഡലത്തിൽ ആക്രമണം വ്യാപിപ്പിക്കുകയാണെന്ന് RMPI സംസ്ഥാന സെക്രട്ടറി M. വേണു ആരോപിച്ചു. UDFന്റെ നേതൃത്വത്തിൽ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു N. വേണു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടിനു നേരെ ബോംബാക്രമണം ഉണ്ടായത്. തെരഞ്ഞെടുപ്പിന് ശേഷം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വ്യാപകമായ ആക്രമണം നടക്കുമെന്ന് പ്രചാരണമാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ, റൂറൽ SP, DYSP തുടങ്ങിയ ഉന്നത ഭരണകൂട സംവിധാനങ്ങൾ സർവകക്ഷി യോഗം വിളിക്കുകയും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും വടകരയിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല എന്ന് തീരുമാനമെടുക്കുകയും അത് ഫലം കാണുകയും ചെയ്തിട്ടുണ്ട്. CPIM മണ്ഡലത്തിലുടനീളം ആസൂത്രണം ചെയ്ത ബോംബാക്രമണവും കലാപവും അതുകൊണ്ട് തന്നെ താൽക്കാലികമായി നിന്നെങ്കിലും പിന്നീട് തുടരുകയാണെന്നും വേണു പറഞ്ഞു. മണിയൂർ കരുവഞ്ചേരിയിൽ ഭാഗ്യത്തിനാണ് ബോംബ് ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാകാതെ പോയത്. 1 വയസ്സു മാത്രം പ്രായമുള്ള കുഞ്ഞു ഉറങ്ങിക്കിടക്കുന്ന ജനവാതിലിന് നേരെയാണ് ബോംബേറുണ്ടായത്. സ്ഥാനം തെറ്റി പൊട്ടിയതുകൊണ്ട് മാത്രമാണ് ഗുരുതരമായ ദുരന്തത്തിൽ നിന്നും ഒഴിവായിട്ടുള്ളത്. ഇതിനെതിരായി സ്വാഭാവികമായും UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതിഷേധ പ്രകടനം നടക്കുകയും എന്നാൽ UDFന്റെ പ്രകടനത്തിൽ നിന്ന് കല്ലേറുണ്ടായി എന്ന കല്ലുവെച്ച നുണ പ്രചരിപ്പിച്ചുകൊണ്ട് CPIM ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ബോംബേറിൽ പരിക്ക് പറ്റിയ വീട്ടിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയാണ് കള്ളക്കേസ് കൊടുത്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടി നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് N. വേണു പറഞ്ഞു. മണിയൂർ കരുവഞ്ചേരിയിലെ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വേണു. 2 ദിവസത്തിനുള്ളിൽ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ UDF RMPI നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും പ്രതികളെ പിടികൂടുന്നതുവരെ സമരപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും KPCC അംഗം ഡോക്ടർ സരിനും പറഞ്ഞു. ഏറാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപു രാജ്, RMPI ഏരിയ ട്രഷറർ ബിജിത് ലാൽ, വില്യാപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PC ഷീബ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് ഉള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണത്തിന് ശേഷം വടകര പാർലമെന്റ് മണ്ഡലത്തിനകത്ത് വ്യാപകമായ ആക്രമണങ്ങളും കലാപവും ഉണ്ടാകുമെന്ന വലിയ പ്രചരണം ഉണ്ടായിരുന്നു നേരത്തെ. ഈ സമയങ്ങളിൽ റൂറൽ SP, DYSP, CI, കളക്ടർ ഉൾപ്പെടെയുള്ള ഭരണകൂട സംവിധാനങ്ങൾ സർവകക്ഷിയോഗം വിളിച്ചു, പഞ്ചായത്ത് സെക്രട്ടറിമാർ വിളിച്ചു. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിച്ചു ഒരു പ്രശ്നവും ഈ വടകരയിൽ ഉണ്ടാകാൻ പാടില്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ ഫലങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം ഒരു പ്രത്യേക വിഭാഗം നാട്ടിൽ കലാപമുണ്ടാക്കാൻ വേണ്ടി സംഭരിപ്പിച്ച ബോംബുകൾ എവിടെയൊക്കെ ഇനിയുണ്ട്. ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഒരുപക്ഷെ ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും എല്ലാം എടുത്ത് പ്രയോഗിക്കാൻ തയ്യാറാകാത്തത്. ഇവിടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം, ആ സർവകക്ഷി യോഗങ്ങളിൽ പങ്കെടുത്ത എല്ലാ പാർട്ടികളുടെയും നേതൃത്വമുണ്ട്. അതിൽ CPMന്റെ നേതൃത്വമുണ്ട്, കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗിൻ്റെ എല്ലാവരും ഉണ്ട്. ഒറ്റക്കെട്ടായി എടുത്ത ആ തീരുമാനത്തിന് ഭംഗം വരുത്തിയവർ ആരാണോ, ഏത് പാർട്ടിയിൽപ്പെട്ട ആരാലും തള്ളിപ്പറയാൻ തയ്യാറാകുന്ന ഒരവസ്ഥ നമ്മുടെ ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ ഉണ്ടാകണം. അവരെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടാകാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ബോംബെറിഞ്ഞു മാരകമാണ്. ഒരു കുട്ടി ഇപ്പോൾ ബെഡ്റൂമിൽ ഉറങ്ങിക്കിടക്കുന്ന ബെഡ്റൂമിന് നേരെയാണ് എറിഞ്ഞത്. ഏറിന് അല്പം അതിൻ്റെ ദിശ തെറ്റിയപ്പോൾ രക്ഷപ്പെട്ടു, ഒരു ജീവൻ രക്ഷപ്പെട്ടു. അതിന് പകരം സ്വാഭാവികമായിട്ട് UDF പ്രതിഷേധിച്ചു. ആ പ്രതിഷേധ പ്രകടനം ഉണ്ടായപ്പോൾ പൊതുസമൂഹം ഇവരുടെ ഈ ആക്രമണത്തിനെതിരായി വന്നപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായി. ഇവിടെ ഇരിക്കുന്ന പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ഈ വീട്ടിലെ 2 പേരെ പ്രതിയെത്തുകൊണ്ട് അവർ ഒരു കൗണ്ടർ കേസ് കൊടുക്കും. വേണുട്ടൻ പറഞ്ഞ വിഷയത്തിൽ നിന്ന് ഒരു പടി കൂടി കടന്നു പറഞ്ഞ് ഈ വിഷയത്തിന്റെ ഗൗരവ സ്വഭാവം പൊതുസമൂഹം ചർച്ച ചെയ്യണം എന്നുള്ളതിന്റെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഉദാഹരണത്തിന് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ അന്ന് ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഭയത്താൽ ADGPയുടെ നേതൃത്വത്തിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സംരക്ഷണം കൊടുക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കുമായിരുന്നുവെങ്കിൽ അതിൻ്റെ സമാനമായ സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നു, അല്ലെങ്കിൽ സംജാതമാക്കിയെടുത്തു CPM എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രതിയെ പിടിക്കാനും സാധാരണ പോലീസുകാരെ മാത്രം ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉയർന്ന ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ 48 മണിക്കൂറിനുള്ളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. സമാധാന അന്തരീക്ഷം ഈ പ്രദേശത്തിന്റെ കെടുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരെ നിയന്ത്രിച്ചു നിർത്താൻ ഇവിടുത്തെ ക്രമസമാധാന പാലനത്തിൽ ശ്രദ്ധബദ്ധരായിട്ടുള്ള പോലീസിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആരാണോ ഇരയാക്കപ്പെടുന്നത് അവർക്കെതിരെയാണ് കേസ് കെട്ടിച്ചമയ്ക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു. ഒരു വീഡിയോ വ്യാജമാക്കി നിർമ്മിച്ചെടുത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞൊരു കല്ല്
വ്യാജമായിട്ട് അവിടെ നിന്ന് സൃഷ്ടിച്ചെടുത്ത് ഈ കല്ല് ഞങ്ങളുടെ പരയിലേക്ക് എറിഞ്ഞു പ്രതിഷേധ പ്രകടനം കടന്നു പോകുമ്പോൾ എന്നൊക്കെ പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത ഒരു ക്രിമിനൽ സംഘം നയിക്കുന്ന ഒരു പാർട്ടി അപ്പുറത്തുണ്ട്. നിർഭാഗ്യവശാൽ അവരാണ് ഭരണത്തിൽ